കൊണ്ട് ക്യാഷ് ആയിട്ട് തരാനുള്ള ഉറപ്പുണ്ടോ? ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഉറപ്പാണെന്നുണ്ടെങ്കിൽ ടൈം പറ, എക്സാക്ട് ടൈം പറ, അതിനപ്പുറത്തേക്ക് മാറരുത്. ഇതുപോലെ കുറേ ഇത്ര രൂപ വേണം, ഇത്ര രൂപയാണ് അയക്കേണ്ടത്, ഇങ്ങനെ ഇത്ര രൂപ, ഞാൻ അതിൻ്റെ ചാറ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നീരജ അമ്മൂസിന്റെ വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ പുള്ളിക്കാരത്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ. ഏകദേശം 1 മണിക്കൂർ ലെങ്ത് ഉള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ എത്ര പേര് അത് കണ്ടു എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ആ 1 മണിക്കൂർ സിനിമ ഇരുന്ന് കാണാൻ കുറച്ച് സമയമെടുത്ത് അതിൻ്റെ കുറച്ച് പോർഷൻസ് ഞാനിവിടെ വയ്ക്കാം. ഇതിനകത്ത് ഇപ്പം പുള്ളിക്കാരത്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു മീഡിയേറ്റർ ആയിരുന്നു എന്ന തരത്തിലാണ് വന്ന് സംസാരിക്കുന്നത്. ആദ്യമൊക്കെ നീരജയുടെ വീഡിയോയ്ക്കകത്ത് നീരജ വന്ന് പറയണത് ഞാനൊരു സ്റ്റോറി മാത്രമേ ഇട്ടുള്ളൂ, അല്ലാതെ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നായിരുന്നു. ഇപ്പം നേരെ തിരിച്ച് പുള്ളിക്കാരത്തി ഇതിനകത്തെ ഒരു മീഡിയേറ്റർ ആണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ നീരജ ഇത് പണ്ടേ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു. ഇത് ഒരുപാട് ലേറ്റായി പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി എനിക്കൊന്നും അറിയത്തില്ല, പിന്നെ അവരുടെ വോയിസ് എടുത്ത് കേൾപ്പിക്കുന്നു, ഇവരുടെ വോയിസ് എടുത്ത് കേൾപ്പിക്കുന്നു, ഇതിനൊന്നും ഒരു അർത്ഥവുമില്ല. കാര്യം നിങ്ങൾ ചെയ്ത തെറ്റ് എപ്പോഴും റിയലൈസ് ചെയ്യണം. അതിനാണ് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടത്. അല്ലാതെ ഭയങ്കര അരഗൻ്റായിട്ട് വന്നിരുന്ന് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം തരാം, എൻ്റെ യൂട്യൂബ് ചാനൽ തരാം, നീയൊക്കെ ചുണയുണ്ടെങ്കിൽ ഒന്ന് തെളിയിക്കുക എന്ന തരത്തിലൊക്കെ വന്ന് വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഒരിക്കലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ കഴിവതും ഇനിയെങ്കിലും ഇത്തരത്തിലൊക്കെയുള്ള മണ്ടത്തരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാതിരിക്കുക. പിന്നെ ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീരജയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട് നീരജയായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അതായത് നീരജയുടെ പേഴ്സണൽ ലൈഫ്, പിന്നെ നീരജയുടെ പേരൻസിൻ്റെയൊക്കെ പേഴ്സണൽ ലൈഫ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും നമുക്കെടുത്ത് വെച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ബേസിക്കലി അതൊന്നും വന്നിരുന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കാൻ താല്പര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പേഴ്സണൽ ലൈഫ് ഇതിനകത്തോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീരജ അമ്മൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ ഒരു സ്കാമിനെ പറ്റിയിട്ടാണ് നമ്മളെല്ലാവരും വന്ന് സംസാരിക്കുന്നത്. സോ ആ ഒരു വിഷയം മാത്രം സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തന്നെ തോന്നി. കാര്യം കുറേ പേര് എനിക്കിത് അയച്ച സമയത്ത് പോലും ഞാനത് കേട്ടപ്പോഴത്തേക്ക് ഓ ശരി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നോ നീരജ എന്ന് പറയുന്നൊരു വ്യക്തി, ഒരു നിമിഷം ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചപ്പോഴത്തേക്ക് വെറുതെ ഒരാളുടെ പേഴ്സണൽ ലൈഫ് കൊണ്ടുവന്ന് ഇടാനോ, വെറുതെ ആവശ്യമില്ലാതെ അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാനോ എനിക്ക് വലിയ താല്പര്യമില്ല. നീരജ നടത്തിയ സ്കാമുകളെ പറ്റിയിട്ട് ധൈര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചോ, നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാര്യം ഇവിടെ പുള്ളിക്കാരത്തി ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ ആരുടെ അടുത്തും കാശ് ചോദിച്ചിട്ടില്ല, ഞാൻ പേഴ്സണലി ഒരു മനുഷ്യരുടെ കാശ് ചോദിച്ചിട്ടില്ലെന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ചാറ്റൊക്കെ കണ്ടതാണ് ഈ പുള്ളിക്കാരത്തി തന്നെ പോയി കാശ് ചോദിക്കുന്നത്, അതായത് ഈ COSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സീനിൽ. എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ നീരജയുടെ വീഡിയോ ഒന്ന് കാണാം. ആർക്കെങ്കിലും കാര്യം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ഇത് ഞാൻ വീണ്ടും പറയുവാണ്, ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെന്നോ ഒരു കുറ്റസമ്മതമോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഴുകലല്ല. എൻ്റെ ഭാഗത്ത് നിന്ന് എന്നെ വിശ്വസിക്കുന്നവരടുത്തും എന്നെ സ്നേഹിക്കുന്നവരോടും പിന്നെ അവരോട് മാത്രമാണ് എനിക്കിത് പറയാനുള്ളത്. എനിക്കറിയാം ഒബ്വിയസ്ലി ഞാനൊരു വീഡിയോ ഇതിനെതിരെ ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് വെച്ചിട്ട് അടുത്ത വീഡിയോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവർക്കും ഞങ്ങൾ ഈ അടുത്ത വീഡിയോ തയ്യാറാക്കാൻ വേണ്ടിയിട്ടിരിക്കുമല്ല. കാര്യം നിങ്ങൾ നടത്തിയ ഏറ്റവും വലിയൊരു സ്കാം, അതായത് 1-2 രൂപയൊന്നുമല്ല, ഒരുപാട് പൈസയാണ് ഇതിനകത്ത് നഷ്ടപ്പെട്ടത്. ഒരാളുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു. ഇപ്പോഴും നിങ്ങൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാതെ വന്നിരുന്ന് സംസാരിക്കരുത്. നമ്മളെല്ലാവരും നിങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് കാണുമെങ്കിൽ അത് വളരെ തെറ്റാണ്. കാര്യം നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വോയിസ് ഇൻസ്റ്റാഗ്രാമിലൂടെ കിടന്ന് കറങ്ങിയ സമയത്ത് എത്ര പേര് അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് അറിയോ? അതായത് അവർക്ക് ഈ പറയുന്ന യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാമോ ഒന്നുമില്ലാത്ത സാധാരണ ആൾക്കാരാണ് അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഇവൾ ഇത്രയും വലിയൊരു കള്ളിയായിരുന്നോ, ഒരാളുടെ ജീവൻ വരെ നശിപ്പിച്ചിട്ടാണോ ഇവരിങ്ങനെ ആർഭാടമായിട്ട് ജീവിക്കുന്നത് എന്ന തരത്തിലൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട്. സോ അതുകൊണ്ട് റീച്ചും കാര്യങ്ങളും ഒന്നുമല്ല. ദൈവത്തെ ഓർത്ത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സിനെ ഓരോ പ്രൊമോഷൻ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ആ ചതിക്കുഴിയിൽ ചെന്ന് ചാടരുത് എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ എൻ്റെ വീഡിയോ വഴി ഞാൻ കൊടുത്തത്. കാര്യം അത് തന്നെയായിരിക്കും ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. അതുകൊണ്ട് റീച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. സ്വാഗതം. ബിക്കോസ് ഇതിൽ കൂടുതലൊന്നും ഒരാൾക്ക് കിട്ടാനില്ല. ഒരു വ്യക്തിക്ക് ഒരാൾക്ക് ഇതിൽ കൂടുതലൊന്നും ഇനി കിട്ടാനില്ല. അത്രയും ഞാൻ പബ്ലിക്കിൻ്റെയും വേറെയുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെയും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കാര്യം അങ്ങനെയുള്ള പ്രവൃത്തിയാണ് നിങ്ങൾ കാണിച്ചു വെച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഇവിടെ വേറെ എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവർക്കാർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ. നിങ്ങൾ ചെയ്ത ഒരു അബദ്ധം നിങ്ങൾ തന്നെ സമ്മതിച്ചു, എനിക്ക് പറ്റിപ്പോയ തെറ്റാണ്, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന്. ആ ഒരു അബദ്ധം കാരണം നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളല്ലേ നമ്മളെല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്. അപ്പോൾ പിന്നെ കേട്ടോണ്ടിരിക്കാനേ വഴിയുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ വന്നാലും എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇതെൻ്റെ ഒരു എന്താണ് കാര്യം. പിന്നെ കുറച്ച് 2-3 വീഡിയോ, ഞാൻ സത്യം പറഞ്ഞ വീഡിയോസ് ഒന്നും കാണാറില്ല. എനിക്ക് അമ്മയോടും അച്ഛനോടും ഞാൻ പറയും വീഡിയോസ് ഒന്നും കാണരുത്, നമുക്ക് കാണുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞ് അങ്ങ് പൊക്കോളും.
കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും കുറച്ച് പേര് അയച്ചു തരുന്നതും തമ്പ്ലൈനൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ 1-2 വീഡിയോസ് മാത്രം അങ്ങനെ നമ്മൾ കയറി കണ്ടുപോകും. ആ കണ്ടുപോയതിൽ നിന്നും സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അതെനിക്ക് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യണം തോന്നി. അതിനെക്കുറിച്ചും പറയാനുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് UK എക്സ്പ്രസ്സിലെ ബ്ലെസ്സൻ എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്ന ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈവ് ഞാൻ ഇപ്പോഴും പറയുവാണ്, ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ അമ്മ അടുത്തിരുന്ന് എന്തോ നോക്കുന്ന സമയത്ത് എനിക്ക് 2-3 സെൻറ്റൻസ് എൻ്റെ കാതിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥയും തെളിവുമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ നോക്കുന്നത്. അപ്പം പോവാം. സോ വീണ്ടും എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, എന്താണ് പ്രശ്നം, എന്തായിരുന്നു പ്രശ്നം? ഓക്കെ, എന്താണ് പ്രശ്നമെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത്രയും നാൾ പുള്ളിക്കാരത്തി പറഞ്ഞത് അവിടെയും ഇവിടെയും തൊടാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇനിയാണ് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന കുറച്ച് ആൾക്കാരുടെ വോയിസും കാര്യങ്ങളൊക്കെ നീരജ വെക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ഫ്രോഡ് എന്ന് പറയുന്നതാണ് ഈ അമൽ എന്ന് പറയുന്നത്. ഈ അമൽ എന്ന് പറയുന്ന വ്യക്തി നീരജയുടെ അടുത്ത ക്ലോസ് ഫ്രണ്ടാണെന്ന് നീരജ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും പേരുടെ കാശ് പോയ സമയത്ത് നീരജ ഈ പറയുന്ന അമലിനെതിരെ എന്ത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്? അതായത് അവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ വേറെ ബോർഡ്സോ അവൻ്റെ ഡീറ്റെയിൽസോ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് തപ്പിപ്പിടിക്കാനായിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഞാനൊരു വീഡിയോയ്ക്കകത്ത് ഞാനത് കണ്ടില്ല. അഥവാ ഞാൻ മിസ്സായതാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അത് വന്ന് പറയാം. ഇനി രണ്ടാമതൊരു കാര്യം, നീരജയുടെ ജോബ് വരെ ഇപ്പം പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നീരജയുടെ ജോലി പോയെന്ന്. കുറേ പേര് അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്, നീരജയുടെ ജോലിയൊന്നും പോയിട്ടില്ല, നീ എന്തിനാണ് ഫേക്ക് ന്യൂസ് പറയുന്നതെന്നൊക്കെ. പക്ഷേ ഇവരുമായിട്ട് റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ നിങ്ങളൊന്ന് പോയി എടുത്ത് നോക്കുക. അതിനകത്തൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നീരജയുടെ ജോബ് പോയി എന്ന്. അപ്പോൾ പ്രമുഖ സ്കാമറിന്റെ ജോലിയെല്ലാം പോയി. ശരിക്കും ഇത്രയും പേരുടെ പൈസ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് നീരജ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അത് ഇനിഷ്യേറ്റീവ് എടുത്ത് അത് മേടിച്ചു കൊടുക്കാൻ മുൻനിരയിൽ നിൽക്കേണ്ടത്. അത് നീരജയുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടില്ല. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് ഒന്നേന്ന് നമുക്ക് കേൾക്കാം. ഞാൻ ഓൾറെഡി നടന്ന കാര്യം നടന്നതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന് മുന്നിലേ ഞാൻ എന്താണ് സംഭവം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കാര്യം പോലും ഞാൻ അതിൽ കള്ളം പറഞ്ഞിട്ടില്ല. ഈ വരുന്ന വോയിസും ഈ വരുന്ന ചാറ്റും സ്ക്രീനും ഒക്കെ പറയുന്നതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ഒന്നും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ച് ഞാൻ എൻ്റെ ഭാഗം എന്താണെന്നുള്ളത്, എൻ്റെ ഭാഗമല്ല എന്താണ് നടന്നതെന്നുള്ളത് ഒന്നും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ച് പറഞ്ഞുതരാം. ആ ഒരു സമയത്ത് എൻ്റെ തെറ്റ് തന്നെയാണ്, ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെ ആയിരുന്നു. ഏതോ ഒരു പൊട്ട ബുദ്ധിയിൽ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു വിസാൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റോയിൽ തന്നെ ഇങ്ങനെ അമലിൻ്റെ ഇത്തിരി വിസ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു. ഇത് റിലേറ്റഡ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട സമയത്താണ് UK എക്സ്പ്രസ്സിലെ ബ്ലെസ്സൻ എന്ന് പറയുന്ന ആൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അയാളുടെ കയ്യിൽ 20 ക്ലയൻസ് ഉണ്ട്. ഈ ഒരു സെയിം സാധനമാണ് ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിലും പറഞ്ഞേക്കുന്നത്. ഒരു കള്ളത്തരവും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ആ വീഡിയോയ്ക്കകത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന്. പക്ഷേ നീരജയുടെ ഈ 1 മണിക്കൂറത്തുള്ളൊരു വീഡിയോ അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആ ഒരു സ്റ്റോറി മാത്രം ഇട്ട് കൊടുത്ത് ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമായിരുന്നു. അവിടെ പൈസ ചോദിക്കുന്നു, ഇന്ന സമയത്ത് ഇന്ന പൈസ കൊണ്ടുവന്ന് അവിടെ അയച്ചു കൊടുക്കണമെന്ന് പറയുന്നു. ഇതെല്ലാം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു വാട്സാപ്പ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു സാധനം മാത്രമല്ല, നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയേറ്ററായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അയാളിൽ 20 ക്ലയൻസ് ഉണ്ട്, ഓക്കെ 20 ക്ലയൻസ് ഉണ്ട്. ഇയാൾ പറയുന്ന കാര്യങ്ങൾ അമലിനോട് പറയുക, അമലിനോട് പറയുന്ന കാര്യങ്ങൾ ഇയാളോട് പറയുക. ഇതേ സെയിം കാര്യം തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതെൻ്റെ തെറ്റ് തന്നെയാണ്. ഇപ്പോഴും ഞാൻ പറയുവാണ് അതെൻ്റെ തെറ്റ് തന്നെയാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ഫസ്റ്റായിട്ട് UK വരുന്ന സമയത്ത് സെറ്റിൽ ഓക്കെ ഫൈൻ, ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം എനിക്കിതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല. അപ്പം ഞാൻ വഴി ഒരാൾ വരുവാണെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് ഞാൻ ആദ്യം നിന്നത്. ഇത്രയും ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് യാതൊരുവിധ ബോധവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും പേരുടെ കാശ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പം നമ്മൾക്ക് അതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ജെന്യൂനിറ്റിയെ പറ്റി അന്വേഷിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു, ഞാൻ പൊടി കുഞ്ഞായിരുന്നു, ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ ഇതിനകത്ത് മറുപടി പറയേണ്ടത്? എന്തെങ്കിലും ഒരു കമ്പനിയെ പറ്റിയുള്ള സ്റ്റോറിയോ കാര്യങ്ങളൊക്കെ ഇടുമ്പം അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ധാരണ വേണ്ടേ? നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാതെ എടുക്കാതെയൊക്കെയാണോ ഈ വാട്സാപ്പിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നത്?
ഒരിക്കലും ഞാൻ കള്ളം പറയുന്നില്ല, എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന്. ഇതിനിടയിൽ ബ്ലസ്സൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അമൽ ബ്ലസ്സനോട് പറഞ്ഞിരുന്നു ഒരാൾക്ക് 2 ലക്ഷം രൂപ വെച്ചിട്ടാണ് നീരജയ്ക്ക് കമ്മീഷൻ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സാധനം ഇല്ലേ ഇല്ല. എനിക്ക് എത്ര രൂപയാണ് കമ്മീഷൻ എന്നോ എനിക്ക് എത്ര രൂപയാണ് അവൻ തരുന്നതെന്നോ ഒന്നും തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിരുന്നത് ഇത്രയും വിസ സക്സസ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ലാഭം നിനക്ക് തരാം. ഞാൻ ചോദിച്ചിട്ടുമില്ല എനിക്ക് എന്താണ് തരുന്നത്, എത്രയാണ് തരുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. ഈ ഒരു സമയത്ത് ബ്ലസൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നു, ഇത്ര ക്ലയൻസ് ഉണ്ടെന്ന് പറയുന്നു. ബ്ലസൻ എനിക്ക് അവരുടെ പ്രൊഫൈൽ അയച്ചു തരുന്നു. ഈ പ്രൊഫൈൽ ഞാൻ അമലിന് അയച്ചു കൊടുക്കുന്നു. അമൽ എനിക്ക് കുറേ കാര്യങ്ങൾ അയച്ചു തരുന്നു. അമൽ എനിക്ക് എന്താണോ പറഞ്ഞത് ഇത് ഞാൻ ഡയറക്റ്റായിട്ടാണ് ബ്ലസനോട് പറയുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയേറ്ററായിട്ട് നിൽക്കുമായിരുന്നു. നിങ്ങളായിരുന്നു ഈ കാശ് മേടിച്ചു കൊടുക്കാനും എടുക്കാനും എല്ലാം ഇടയിൽ നിന്നത്. അപ്പം ഇത്രയും പേരുടെ കാശ് പോകാനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു വിഷയം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കിടന്ന് എക്സ്പ്ലെയിൻ ചെയ്യണത്, പിന്നെ ആവശ്യമില്ലാതെ വന്നിരുന്ന വെല്ലുവിളികൾ നടത്തുന്നതൊക്കെ. ഇതിപ്പോൾ ഒരു കേസോ കാര്യങ്ങളോ വരുമ്പോഴത്തേക്ക് നിങ്ങളും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആണ്. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഒരു വിഷയത്തിൽ കൈ ഒഴിയാൻ വേണ്ടി നിൽക്കരുത്. കാര്യം നീരജയ്ക്ക് എഗെയിൻസ്റ്റ് വന്ന ആദ്യത്തെ ഒരു വോയിസിനകത്ത് ഒരുപാട് പേര് വളരെ സങ്കടത്തോടെ കൂടിയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോൺ എടുത്തിട്ടൊക്കെയാണ് കുറേ പേര് പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തത്. ആ കാശൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. അവരുടെ വീട്ടിലേക്ക് സാഹചര്യം ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും കേൾക്കാതെയും കാണാതെയും എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നു. ഞാനൊരു ഇൻസ്റ്റഗ്രാം തരാം, ഞാനൊരു യൂട്യൂബ് ചാനൽ കൂട്ടും എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗ് പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ എങ്ങനെ നിങ്ങളെ വന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ആദ്യമേ നിങ്ങളൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നിങ്ങളെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തേനെ. സോ ബ്ലസ്സൻ എന്ത് പറയുന്നു അത് അമലിനോട് പറയാം. പിന്നെ നിങ്ങൾ കുറേ വോയിസ് കേട്ടു, കുറേ ചാറ്റ് കണ്ടു. ഈ സാധനങ്ങളെല്ലാം പൈസ ചോദിക്കുന്നതും ലിക്വിഡായിട്ട് പൈസ വേണം എന്ന് പറയുന്ന ചാറ്റെല്ലാം അമൽ എനിക്ക് അയക്കുന്ന സാധനം സെയിം ഫോർവേഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചാറ്റ് ബ്ലസ്സൻ അയക്കുന്നത്. ആ ചാറ്റ് കണ്ടിട്ട് അതിനകത്ത് മുകളിൽ ഫോർവേഡ് എന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഫോർവേഡ് എന്ന് എഴുതിയിട്ടുള്ള? സാധാരണ ഒരു ചാറ്റ് ഫോർവേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഫോർവേഡ് എടുത്ത് കാണിക്കത്തില്ലേ? എനിക്കറിയത്തില്ല എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന്. മേ ബി ഇനിയിപ്പം കോപ്പി പേസ്റ്റ് ചെയ്താവാം, ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു. ചുണയുണ്ടെങ്കിൽ ഞാൻ ആരുടെടുത്തെങ്കിലും കാശ് ചോദിക്കുന്ന എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാം. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം ഞാൻ പൂട്ടുന്നതായിരിക്കുമെന്ന് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആൾക്കാർ പുറത്തു വിട്ടപ്പോഴത്തേക്ക് ഇപ്പോൾ പുള്ളിക്കാരത്തി പറയണത് ഞാൻ ഫോർവേഡ് ചെയ്ത മെസ്സേജ് ആണെന്നൊക്കെയാണ്. പിന്നെ അമലിൻ്റെ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അമ്മു, നാളെ ഫുൾ എമൗണ്ട് ക്യാഷ് ആയിട്ട് തരാനുള്ള ഉറപ്പുണ്ടോ? ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഉറപ്പാണെന്നുണ്ടെങ്കിൽ ടൈം പറ, എക്സാക്ട് ടൈം പറ, അതിനപ്പുറത്തേക്ക് മാറരുത്. ഈ വോയിസിൽ ഈ അമൽ എന്ന് പറയുന്ന ഈ നാറി സംസാരിക്കുന്ന കണ്ടില്ലേ, നാളെ ഈ പറയുന്ന സമയത്ത് കാശ് തരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇവിടെ ആദ്യം നീരജയുടെ വീഡിയോയ്ക്കകത്ത് എന്താ പറഞ്ഞത്? ഞാനൊരു വാട്സാപ്പ് സ്റ്റോറി മാത്രമേ ഇട്ടിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് അതിൽ കൂടുതൽ വലിയ ബന്ധമൊന്നുമില്ലെന്ന്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ കാശും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് നിന്നൊരു വ്യക്തിയാണ് ഈ നീരജ. ഇത്രയും ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് തന്നെ എല്ലാ ആൻസറും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീരജ ഇവിടെ ഒരു സ്റ്റോറി മാത്രമാണ് ഇട്ടെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് ഈ ബ്ലസ്സനും പിന്നെ ഈ പറയുന്ന അമലുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ വിഷയങ്ങൾ സോർട്ട് ചെയ്യുക. അതായത് ഈ വിസയുടെയും കാര്യങ്ങളും എല്ലാം അവർ തമ്മിൽ അതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ച് തീർത്തോളൂ. പക്ഷേ ഇവിടെ നീരജ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് നിന്നതാണ് ഇതിൽ ഏറ്റവും പറ്റിപ്പോയൊരു അബദ്ധം. അതുപോലെ കുറേ ഇത്ര രൂപ വേണം, ഇത്ര രൂപയാണ് അയക്കേണ്ടത്, ഇങ്ങനെ ഇത്ര രൂപ, ഞാൻ അതിൻ്റെ ചാറ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇത്ര രൂപയാണ് അയക്കേണ്ടത്, ഇത്ര രൂപയാണ് അയക്കേണ്ടതെന്ന് അമൽ പറയുന്ന നിർദ്ദേശപ്രകാരമാണ് ഞാൻ UK എക്സ്പ്രസ്സിന് മെസ്സേജ് അയക്കുന്നത്. UK എക്സ്പ്രസ് പറയുന്ന അതേ സെയിം സാധനം ഞാൻ അമലിനോടും ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒന്ന് ചെയ്തു പോയി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ കൂടുതൽ ഞാൻ ഈ വിഷയത്തിൽ കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാ ഉത്തരവും ഇതിനകത്ത് തന്നെയുണ്ട്. എന്തായാലും നീരജയെടുത്ത് പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തെ ഓർത്ത് ഇനി ഇങ്ങനെയുള്ള പരിപാടികളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. ചാടി കഴിഞ്ഞിട്ട് പിന്നെ ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ട് ഇതുപോലെ വന്നിരുന്ന് വിഷമിച്ച് സംസാരിച്ചിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും, അതായത് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ അന്ധമായിട്ട് ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടി ഇതൊരു പാഠമാവട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ സാധനങ്ങൾ നിങ്ങൾ കണ്ണുമടച്ച് പോയി വാങ്ങിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ കണ്ണുമടച്ച് പോയി അതിനകത്തോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ആദ്യമേ നിങ്ങൾ അതിൻ്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങൾ കാശ് ചിലവാക്കാവൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.